ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊട്ടാരക്കര മണ്ഡലത്തിൽ സജീവമാവുകയാണ് ഐഷ പോറ്റി. സിപിഐഎം വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റി തന്നെയാകും മണ്ഡലത്തിൽ ഇത്തവണ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയെന്നാണ് വ്യക്തമാകുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ തന്നെ വരുമ്പോൾ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസ്. ഒരു വിസ്മയമായി UDFിലേക്ക് എത്തിയ ഐഷ പോറ്റിയാണ് 24 ന്യൂസിനൊപ്പം ചേരുന്നത്. കൊട്ടാരക്കരയിൽ നമുക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാമോ? അത് പാർട്ടി തീരുമാനിച്ച് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിയെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകർ തൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? എനിക്ക് താഴെയുള്ള പ്രവർത്തകരോട് ഒരു വിഷമവും ഇല്ലല്ലോ. ഒരു ഭാഗം ആൾക്കാർ തീരുമാനിച്ച് അങ്ങനെ പോകുന്നു. എന്തായാലും സ്നേഹമുള്ളവർ കൂടെ കാണും, ഉറപ്പാണ്. വികസന കാര്യങ്ങളിൽ കൊട്ടാരക്കര മണ്ഡലം മുൻപന്തിയിലാണ് എന്നുള്ളതാണ് മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ അവകാശപ്പെടുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ കൊണ്ടുവന്ന വികസനം അല്ലാതെ എന്താണുള്ളതെന്നൊന്ന് പറഞ്ഞേ. വർക്ക് നിയർ ഹോം എന്നൊരു കെട്ടിടം ഉണ്ടായിരുന്നിടത്ത് വന്നു, അത് ഞാൻ കൊണ്ടുവന്നതല്ല. നഴ്സിംഗ് കോളേജ് ഞാൻ കൊണ്ടുവന്നല്ല. 5 കൊല്ലം കൊണ്ട് പുതിയത് എന്ത് വന്നു എന്ന് അറിയണം. ഞാൻ വെച്ചിരുന്ന വിദ്യാഭ്യാസ സമുച്ചയം, അതുപോലെ ചെട്ടിയാരഴികത്ത് പാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗം കൂടി ഉള്ളായിരുന്നു തീരാൻ. പാലങ്ങൾ, അറക്കടവ് പാലങ്ങൾ, മറ്റുള്ള റോഡുകൾ, അതുപോലെ നിരവധി കാര്യങ്ങൾ. റൂറൽ SP ഓഫീസൊക്കെ ആദ്യ സമയം MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന അതിൻ്റെ കെട്ടിടം പണി എല്ലാം തീർന്ന് മിനുക്ക് പണി മാത്രം. അപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ ഒരു ചെറിയ ഡിലേ വന്നു. അത് ഉദ്ഘാടനം ചെയ്തിട്ട് അതിൽ പോലും എൻ്റെ ആ കല്ലിൽ പോലും ഒരു പേര് വയ്ക്കാൻ തോന്നിയില്ല. തീർച്ചയായിട്ടും ഒരു സർക്കാർ മാറി വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയായാലും നിയമന നിരോധനങ്ങളായാലും പിൻവാതിൽ നിയമനമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയല്ലേ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, സർവേയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പണം മുടക്കി, കോടികൾ മുടക്കി പരസ്യം കൊടുക്കുന്നതല്ലാതെ റിയൽ ഫാക്റ്റായിട്ട് എന്താ വരുന്നത്? നമ്മൾ നോക്കുമ്പോൾ പ്രവർത്തകരൊക്കെ ഉണ്ട് കൂടെ. പ്രചാരണം തുടങ്ങിയെന്ന് പറയാമോ? പ്രചാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്ഥലത്തും പോകുന്നത് ഇപ്പോഴല്ലല്ലോ. MLA ആയിരിക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ നാളെ ജനപ്രതിനിധിയായി. ഞാൻ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ഇലക്ഷൻ എന്ന് മാത്രമല്ല എല്ലാ സമയത്തും എല്ലാവരോടും ഒപ്പം നടന്നിട്ടുള്ളതാണ് ഈ നാടിനറിയാതെ. അതിന് രാഷ്ട്രീയം നോക്കിയിട്ടില്ല, കൊടി നോക്കിയിട്ടില്ല. എല്ലാവരോടും ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും പണ്ടും പോകുമായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. എന്തായാലും കൊട്ടാരക്കര മണ്ഡലത്തിൽ ഐഷ പോറ്റി എവിടെയും കാണാം, സജീവമാണ്. ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.